ഓൾറൈറ്റ്. സോ വെർഷൻ കൺട്രോൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നതിന് മുന്നേ നമുക്കൊരല്പം ഫെമിലാരിറ്റി വേണ്ട ഒരു ടോപ്പിക്കാണ് കമാൻഡ് ലൈൻ. കമാൻഡ് ലൈനിൽ എങ്ങനെ കമാൻഡ്സ് റൺ ചെയ്യാം, അതിൻ്റെ യൂസേജ് എന്താണ്, അതിൻ്റെ ഒരു ബേസിക് ഫെമിലാരിറ്റി നമുക്ക് ആവശ്യമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കമാൻഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഡിപ്പെൻഡിങ് അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം അനുസരിച്ച്. ഇപ്പോൾ ഒരു ലിനക്സ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ, ഉബുണ്ടുവോ അല്ലെങ്കിൽ അങ്ങനത്തെ മെഷീൻ ആണെങ്കിൽ നമുക്കൊരു ടെർമിനൽ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നമുക്കതിലുണ്ടാവും. അതല്ല വിൻഡോസ് ആണെങ്കിൽ നമുക്കതിൽ കമാൻഡ് പ്രോംപ്റ്റ് ഉണ്ടാവും, പവർ ഷെൽ ഉണ്ടാവും. ഇനി ഈവൻ നമുക്ക് ഗിറ്റ് ബാഷ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമുക്ക് വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ലിനക്സ് ടൈപ്പിലുള്ള കമാൻഡ്സ് അതിൽ എക്സിക്യൂട്ട് ചെയ്യാനും ആ ഒരു സ്റ്റൈലിൽ കാര്യങ്ങൾ ചെയ്യാനും നമുക്കതിൽ സാധിക്കും. സോ ബേസിക്കലി നമുക്കൊരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, ഇതുപോലൊരു ഇൻ്റർഫേസ്, ബട്ടൺസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഫയൽ ക്രിയേഷൻ, ഫോൾഡർ ക്രിയേഷൻ, ഫയൽ റീനെയിമിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷേ അതില്ലാതെ ഒരു കീബോർഡിലൂടെ നമ്മൾ കമാൻഡ്സ് കൊടുത്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനെയാണ് നമ്മൾ കമാൻഡ് ലൈൻ അല്ലെങ്കിൽ ടെർമിനൽ യൂസേജ് എന്ന് പറയുന്നത്. സോ എന്തിനാണ് ബേസിക്കലി അതിൻ്റെ ആവശ്യം? ഫസ്റ്റ് ഓഫ് ഓൾ അത് ഏർലി ഡേയ്സിൽ നമുക്ക് കമ്പ്യൂട്ടേഴ്സിൽ ഈ പറയുന്ന പോലെ യൂസർ ഇൻ്റർഫേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഏർലി ഡേയ്സിൽ ഈ കമാൻഡ് ലൈനിലായിരുന്നു നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് അതിനുശേഷം നമുക്ക് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ ഇന്നത്തെ കാലത്തും ഈ ഒരു സിറ്റുവേഷനിലും നമുക്ക് കമാൻഡ് ലൈൻ യൂസേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡാറ്റാ സയൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ അൽഗോരിതംസ് പലതും നമ്മൾ റൺ ചെയ്യുന്നത് വളരെ ഹൈ കമ്പ്യൂട്ടേഷൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റിയിലോ ഒരു GPU ഉള്ള ഒരു സെർവറിലോ ഒക്കെ ആയിരിക്കും. സോ അത് മിക്കവാറും ഏതെങ്കിലും നമ്മുടെ കമ്പനി നമുക്ക് ആക്സസ് തരുന്ന ഒരു റിമോട്ട് സെർവറിലോ എവിടെയെങ്കിലും ആയിരിക്കും അതിൻ്റെ ലൊക്കേഷൻ. അതിലോട്ട് നമ്മൾ ആക്സസ് ചെയ്യുന്നത് നമ്മൾ റിമോട്ടായിട്ട് ലോഗിൻ ചെയ്തിട്ടായിരിക്കും നമ്മളതിൽ ആക്സസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് കമാൻഡ് ലൈനിൻ്റെ ഒരു ബേസിക് ഐഡിയ, യൂസേജ്, അതിൻ്റെ ഒരു ഫെമിലാരിറ്റി നമുക്ക് ആവശ്യമാണ്. സോ സ്റ്റിൽ നമുക്ക് ഈ ഒരു കമാൻഡ് ലൈൻ എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ റെലവൻ്റ് ആണ്. സോ നമുക്ക് ലിനക്സ് സ്റ്റൈലിൽ വരുന്ന, അതായത് ലിനക്സ് ടെർമിനൽ അതിൽ ടൈപ്പ് ചെയ്യാവുന്നതും അല്ലെങ്കിൽ ഗിറ്റ് ബാഷ്, ഈവൻ വിൻഡോസിലാണെങ്കിൽ പോലും ഗിറ്റ് ബാഷ് ഇൻസ്റ്റാൾഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്കെങ്ങനെ ബേസിക് കമാൻഡ്സ് റൺ ചെയ്യാം, എങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയലിൽ നോക്കുന്നത്. സോ അത് ബേസിക്കലി മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗിറ്റ് ആൻഡ് ഗിറ്റ് ഹബ് അല്ലെങ്കിൽ വെർഷൻ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള കമാൻഡ്സിൻ്റെ യൂസേജ് കുറച്ചും കൂടെ ക്ലാരിറ്റിയോടുകൂടി നമുക്കത് വ്യക്തമാവും. സോ അതിനു വേണ്ടി കൂടിയാണ് ഈ രണ്ട് പർപ്പസാണ് മെയിനായിട്ടും ഈ ഒരു വീഡിയോ ട്യൂട്ടോറിയലിന് നമുക്ക് ഉള്ളത്. ഓക്കെ, സോ നമുക്ക് ലിനക്സിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെർമിനൽ ഓപ്പൺ ചെയ്യാൻ Ctrl+Alt+T പ്രസ് ചെയ്യാം. ഞാനിപ്പം മാക്കിലാണുള്ളത്. സോ എനിക്കിവിടെ ഒരു ടെർമിനൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാനത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുവാണ്. സോ ഇതാണ് ഇതിൻ്റെ ഡിഫോൾട്ട് ടെർമിനൽ ആപ്ലിക്കേഷൻ. ഞാനതിൽ ചെറിയൊരു വേരിയേഷൻ കൊണ്ടുവരുവാണ്. എനിക്കൊരു കുറച്ചും കൂടെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ടെർമിനൽ യൂസേജ് ഞാൻ എടുക്കുവാണ്. സോ ബേസിക്കലി നമ്മളിങ്ങനെ ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്താൽ ഗിറ്റ് ബാഷിലായാലും അല്ലെങ്കിൽ ലിനക്സ് ടെർമിനലായാലും അല്ലെങ്കിൽ ഈവൻ മാക്കിലായാലും നമുക്ക് ഇതുപോലൊരു സം യൂസർ നെയിം @ ഒരു കമ്പ്യൂട്ടർ നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ടെർമിനൽ പ്രോംപ്റ്റ് വന്ന് നിൽക്കുമായിരിക്കും ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ബേസിക്കലി ഡിഫറെൻറ്റ് കമാൻഡ്സ് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, സോ നമുക്കിതിനെ സൂം ഇൻ ചെയ്യാനായിട്ട് ജനറലി Ctrl+ പ്രസ് ചെയ്താൽ സൂം ഇൻ ചെയ്യാൻ പറ്റും. അതുപോലെ Ctrl- പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂം ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം അതിലുണ്ട്. ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ എടുത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിൽ കുറേ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഞാൻ പ്രീവിയസ്ലി യൂസ് ചെയ്ത കമാൻഡ്സ് എല്ലാം എനിക്ക് അപ്പ് ആൻഡ് ഡൗൺ ആരോസ് പ്രസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു മെമ്മറി ഓപ്ഷനുണ്ട്. അതുപോലെ ഓട്ടോ കംപ്ലീഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഇതിലുണ്ട്. അതായത് ഞാനൊരു കമാൻഡിൻ്റെ ആദ്യത്തെ കുറച്ച് ലെറ്റേഴ്സ് അടിച്ചതിന് ശേഷം ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യും. സോ നമുക്ക് ആദ്യമേ ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് അടിച്ച് നോക്കാം. ഓക്കെ, ഈ ഒരു കമാൻഡ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി കറൻറ്റ് ഡേറ്റ് ടൈം സ്റ്റാമ്പ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് തരുവാണ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഇൻ റെയിൽവേ ടൈമിലാണ്, June 23, 2025 IST ടൈം. ഓക്കെ, ദെൻ അതുകൂടാതെ ഇതിന് ചിലപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൾ നിങ്ങളുടെ ടെർമിനൽ എന്താണോ എന്നതനുസരിച്ച് അതിന് നമുക്ക് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഞാനൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇങ്ങനെ കൊടുത്തു, അതിനെ ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ടാണ് ഇതിൽ വരുന്നത്. 23 + 3 26 എന്ന് പറയുന്ന ഒരു ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അറ്റ് എനി പോയിൻറ്റ് നമുക്ക് ഈ സ്ക്രീൻ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ എന്ന് പറഞ്ഞൊരു കമാൻഡുണ്ട്.
സോ ഇറ്റ് ജസ്റ്റ് ക്ലിയേഴ്സ്. എനിക്ക് അപ്പ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ നേരത്തെ ടൈപ്പ് ചെയ്ത കമാൻഡ്സ് കാണാൻ പറ്റും. അതുപോലെ ഡൗൺ ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ടൈപ്പ് ചെയ്ത കമാൻഡ്സ് കാണാൻ സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്കൊരു മെസ്സേജ് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യണം. ഒരു പ്രിൻറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് കമാൻഡ് എന്ന് പറഞ്ഞാൽ എക്കോ എന്ന് പറഞ്ഞൊരു കമാൻഡുണ്ട്. സോ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെസ്സേജ് ജസ്റ്റ് നമുക്ക് ഔട്ട്പുട്ടിൽ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ദെൻ ക്ലിയറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾക്കിപ്പം ഇതിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള ഹോം ലൊക്കേഷനിലായിരിക്കും ഈ ഒരു പ്രോംപ്റ്റ് ഓപ്പണായി വരിക. നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് വേണമെങ്കിൽ മറ്റു ലൊക്കേഷനിലോട്ട് നാവിഗേറ്റ് ചെയ്ത് പോകാം. നമ്മൾ ഫയൽ എക്സ്പ്ലോററിൽ ജസ്റ്റ് ഫോൾഡേഴ്സ് ക്ലിക്ക് ചെയ്ത് പോകുന്ന പോലെ തന്നെ അതിന് ഇക്വലൻ്റായിട്ട് നമുക്ക് കമാൻഡ്സ് വെച്ച് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ നിൽക്കുന്ന കറൻറ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയാനായിട്ട് നമുക്ക് PWD എന്ന് പറഞ്ഞൊരു കമാൻഡുണ്ട്. അതായത് പ്രിൻറ്റ് വർക്കിംഗ് ഡയറക്ടറി അല്ലെങ്കിൽ പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി എന്നും പറയാറുണ്ട്. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് /users/sajil എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ്. ഓക്കെ, സോ അത് ഒരു കമാൻഡ്. ദെൻ ഇതിൻ്റെ അകത്തുള്ള ഫോൾഡേഴ്സ്, എന്തൊക്കെ ഫോൾഡേഴ്സ് എനിക്ക് ഈ ലൊക്കേഷനിലുണ്ട് എന്ന് എനിക്ക് അറിയാനായിട്ട് എനിക്ക് ls എന്ന് പറഞ്ഞൊരു കമാൻഡുണ്ട്. ഓക്കെ, സിംപിളി ls. സോ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ അകത്ത് ഏതൊക്കെ ഫോൾഡേഴ്സ് ഉണ്ട്, ഏതൊക്കെ ഫയൽസ് ഉണ്ട് എന്ന് കാണാൻ സാധിക്കും. സോ എനിക്ക് വരുന്ന അതേ അപ്പിയറൻസ് ആയിരിക്കില്ല നിങ്ങൾക്ക് വരുന്നത്, ഡിപ്പെൻഡിങ് അപ്പോൾ നിങ്ങളുടെ ഫോൾഡേഴ്സിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ അനുസരിച്ച്. അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്കൊരു കളർ ചേഞ്ച് ഡിഫറൻ്റ് ആയിട്ടായിരിക്കും വരാൻ സാധ്യത. സോ ആസ് ഓഫ് നോ എനിക്ക് ഇതിൻ്റെ അകത്ത് ഈ ഫോൾഡേഴ്സ് ഒക്കെയാണ് ഉള്ളത്, നോ ഫയൽസ്. ഈ ഫോൾഡേഴ്സിൻ്റെ അകത്ത് മേ ബി ഐ ഹാവ് സബ് ഫയൽസ്. സോ സപ്പോസ് എനിക്ക് ഇതിൻ്റെ അകത്ത് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഡെവലപ്പർ എന്ന് പറയുന്ന ഫോൾഡറിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു കമാൻഡുണ്ട് cd സ്പേസ് doc. ഞാൻ വെറുതെ doc എന്ന് വരെ ടൈപ്പ് ചെയ്യുമ്പോഴേക്കും ബാക്കി ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. സോ ഇത് ഓട്ടോ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ടാബ് പ്രസ് ചെയ്യാം. എന്നിട്ട് പ്രസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ /users/sajil ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് നിൽക്കുന്നത്. ഓക്കെ, സോ ഞാൻ വീണ്ടും PWD കൊടുത്തു കഴിഞ്ഞാൽ കറൻറ്റ് പാത്ത് കറക്റ്റായിട്ട് കാണിക്കുന്നു. ഇനി സപ്പോസ് എനിക്ക് ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് പോകണം, അതായത് നേരത്തെ ഉണ്ടായിരുന്ന /users/sajil പോകണമെന്നുണ്ടെങ്കിൽ cd സ്പേസ് .. എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറൻറ്റ് ലൊക്കേഷനിലോട്ട് പ്രീവിയസ് ലൊക്കേഷനിലോട്ട് തിരിച്ചു പോകാൻ സാധിക്കും. ഓക്കെ, അതുപോലെ ഹോം ലൊക്കേഷനിലോട്ട് പോകണമെങ്കിൽ cd സ്പേസ് ഒരു tilde സിമ്പിൾ ഉണ്ട്. സോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹോം ലൊക്കേഷൻ എവിടെയാണോ അത് തന്നെയായിരിക്കും വരുന്നത്. നമ്മുടെ ഹോം ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ സെയിം ലൊക്കേഷൻ തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് ഫോൾഡേഴ്സിൻ്റെ അകത്തോട്ട് കയറാനും പുറത്തേക്ക് ഇറങ്ങാനും നമ്മൾ പഠിച്ചു. ഇനി സപ്പോസ് ഞാൻ ഇതിൻ്റെ അകത്ത് ഡോക്യുമെൻറ്റ്സിൻ്റെ അകത്ത് കയറിയതിന് ശേഷം അതിൻ്റെ അകത്തുള്ള ഫയൽസ് കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് ls കമാൻഡ് കൊടുക്കാം. സോ അഗെയിൻ എനിക്ക് കുറേ ഫോൾഡേഴ്സാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇനി ഇതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ls സ്പേസ് -l എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. സോ ഇതിൻ്റെ ഫോൾഡറിൻ്റെ നെയിംസ്, ഫോൾഡേഴ്സ് ആൻഡ് ഫയൽസിൻ്റെ നെയിംസ്, അതിൻ്റെ ക്രിയേഷൻ ഡേറ്റ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എനിക്കത് കിട്ടും. സോ ആക്ച്വലി ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ യൂസർ ആരാണ്, അവരുടെ ഓരോരുത്തരും റീഡ് റൈറ്റ് പെർമിഷൻ എന്താണ്, എത്ര കിലോബൈറ്റ് സൈസ് ഉണ്ട്, ഇതിൻ്റെ ലാസ്റ്റ് മോഡിഫൈഡ് ഡേറ്റ് എന്താണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്കിതിൽ അറിയാൻ സാധിക്കും. ls കമാൻഡ് വിത്ത് സം പാരാമീറ്റേഴ്സ് -l എന്ന് പറഞ്ഞൊരു പാരാമീറ്റേഴ്സ് ഞാൻ കൊടുത്തപ്പോൾ. ഓക്കെ, സോ ഇതൊക്കെയാണ് അതിൽ വന്ന് ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ പെർമിഷൻ ഇൻഫർമേഷൻ ആയിരിക്കും. സെക്കൻഡ് കോളം ഇത് ഫയൽ ഓർ ഫോൾഡർ എന്ന് പറഞ്ഞൊരു കാര്യമായിരിക്കും. ദെൻ ഓണർ ആരാണ്, ഗ്രൂപ്പ്, സൈസ്, മോഡിഫൈഡ് ടൈം, 9th കോളമായിട്ട് ഇതിൻ്റെ ഫയലിൻ്റെ അല്ലെങ്കിൽ ഫോൾഡറിൻ്റെ പേര്. ഇനി ഇൻക്ലൂഡിങ് ഓൾ ഹിഡൻ ഫയൽസ് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ls-a കൊടുക്കാം. സോ ഇവിടെ ഈ .dstore .localized ഇതെല്ലാം ഹിഡൻ ഫയൽസ് ആയിരുന്നു. ബട്ട് നൗ ഇപ്പോൾ എനിക്ക് അത് ഉൾപ്പെടെ കാണാൻ സാധിക്കും. ഓക്കെ, ദെൻ സോർട്ട് ബൈ സൈസ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ls-s ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കാം. സോ ഏറ്റവും ഹൈ സൈസ് വരുന്നതായിരിക്കും ഏറ്റവും ടോപ്പിൽ വരുന്നത്. സോ lf-s ദെൻ എല്ലും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ സൈസ് ഉൾപ്പെടെ കാണാൻ സാധിക്കും. ഇവിടെ നോക്കിയാലും ഏറ്റവും ഹൈ സൈസ് വരുന്നതാണ് ഏറ്റവും ടോപ്പിൽ. ദെൻ നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ സൈസ് വരുന്ന നെക്സ്റ്റ് റോയിൽ വരുന്നു. അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് ആർഗ്യുമെൻറ്റ്സ് കമ്പയർ ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ ls-la കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൈസിനെ ആക്ച്വലി ഒരു കിലോബൈറ്റ്സ് അല്ലെങ്കിൽ മെഗാബൈറ്റ്സ് അങ്ങനെ റേഞ്ചിലോട്ട് മാറ്റിയിട്ടാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, സോ
ഗോയിങ് ഇൻ ഒരു ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ഫോൾഡറിൻ്റെ അകത്തോട്ട് പോകുന്നതും പുറത്തേക്ക് വരുന്നതും നമ്മൾ കണ്ടു. ഓക്കെ, ഇനി നമുക്ക് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു കമാൻഡ് ഉണ്ട്, നെയിംഡ് ആസ് mkdir, മേക്ക് ഡയറക്ടറി എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ജസ്റ്റ് ഒരു ഫോൾഡർ നെയിം കൊടുക്കുകയാണ്, ന്യൂ ഫോൾഡർ. ഇനി ഞാൻ ls അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ന്യൂ ഫോൾഡർ ഉൾപ്പെടെ ഇവിടെ കാണിക്കും, പ്രീവിയസ്ലി അത് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അത് റിമൂവ് ചെയ്യാനായിട്ട് rmdir ന്യൂ ഫോൾഡർ. ഇനി ഞാൻ ls അടിച്ച് കഴിഞ്ഞാൽ ആ ഫോൾഡർ അവിടെ നിന്ന് റിമൂവ് ആയിട്ടുണ്ടാവും. ബട്ട് അതൊരു empty ഡയറക്ടറി അല്ലെങ്കിൽ ഫോൾഡർ ആയതുകൊണ്ടാണ് ഈസി ആയിട്ട് അത് റിമൂവ് ആയത്. അതുപോലെ തന്നെ റിമൂവ് ചെയ്യാൻ, ഒരു ഫയൽ റിമൂവ് ചെയ്യാൻ നമുക്ക് rm എന്ന് പറഞ്ഞിട്ട് റിമൂവ് സ്പേസ് ഫയൽ നെയിം, ഇങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അതായത് ഒരു ഫോൾഡറിൻ്റെ അകത്തെ സബ് ഫോൾഡേഴ്സും സബ് ഫയൽസും എല്ലാം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ rm-r കൊടുക്കുക. ബട്ട് ഈ ഒരു കമാൻഡ് പലപ്പോഴും സൂക്ഷിച്ച് വേണം കൊടുക്കാനായിട്ട്. നമ്മൾ ഒരു ഇൻവാലിഡ് അല്ലെങ്കിൽ കറക്റ്റ് അല്ലാത്തൊരു ലൊക്കേഷനിൽ നിന്നാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഫയൽസ് ഡിലീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ അത് ശ്രദ്ധിക്കുക. അതുപോലെ ഫയൽസ് കോപ്പി ചെയ്യാൻ, ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലോട്ട് കോപ്പി ചെയ്യാൻ നമുക്ക് cp എന്ന് പറഞ്ഞൊരു കമാൻഡുണ്ട്. ഓക്കെ, സോ cp സോഴ്സ് ഫയലിൻ്റെ ലൊക്കേഷൻ, ദെൻ ഡെസ്റ്റിനേഷൻ ഫയലിൻ്റെ ലൊക്കേഷൻ. ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഫയൽസ് മൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഫോൾഡേഴ്സ് മൂവ് ചെയ്യാനായിട്ട് mv മൂവ് ചെയ്യാനും കോപ്പി ചെയ്യാനും രണ്ട് കമാൻഡുണ്ട്. കോപ്പി ചെയ്യാനായിട്ട് cp എന്ന് പറയുന്ന കമാൻഡ്, അതായത് ഒറിജിനൽ ലൊക്കേഷനിൽ ആ ഒറിജിനൽ ഫയൽ അവിടെ നിൽക്കും, പ്ലസ് ദ ഡെസ്റ്റിനേഷൻ ലൊക്കേഷനിൽ അത് കോപ്പി ആവുകയും ചെയ്യും. നേരെ മറിച്ച് മൂവ് ആണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ലൊക്കേഷനിൽ നിന്ന് കട്ട് ചെയ്തിട്ട് സോഴ്സ് ലൊക്കേഷനിലോട്ടായിരിക്കും അത് പേസ്റ്റ് ആവുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു empty ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ടച്ച് എന്ന് പറഞ്ഞൊരു കമാൻഡുണ്ട്. സോ ഞാൻ sample.txt കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ls അടിക്കുമ്പോൾ എനിക്കൊരു അഡീഷണൽ ഫയൽ കൂടെ വന്നു. സപ്പോസ് എനിക്ക് ഈ sample.txtനെ ഡൗൺലോഡ്സിൻ്റെ അകത്തോട്ട് മൂവ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൊടുക്കാവുന്ന കമാൻഡ് mv സ്പേസ് sample.txt, ദെൻ അത് മൂവ് ചെയ്യേണ്ട ലൊക്കേഷൻ ഇപ്പോൾ നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്നും ഡൗൺലോഡ്സിനകത്ത് sample.txt. ഓക്കെ, ഡൗൺലോഡ്സ് മിസ്സിങ് ആണ്. കറക്റ്റായിട്ട് ആ ഫോൾഡർ നെയിം കൊടുക്കണം. ഓക്കെ, സോ mv വർക്കാവുന്നില്ല ഫോർ സം റീസൺ, നോ സച്ച് ഫയൽ ഓർ ഡയറക്ടറി. നമുക്ക് cp കൊടുത്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ക്ലിയർ ls cp sample.txt downloads sample.txt. ഓക്കെ, സോ ഇപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ആ പാത്ത് കൊടുത്തത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവണം. സോ നമ്മൾ cp ആണ് കൊടുത്തത്, അതുകൊണ്ട് ഒറിജിനൽ ലൊക്കേഷനിലും ഫയലുണ്ട്. നേരെ മറിച്ച് നമുക്ക് ഡൗൺലോഡ്സിൻ്റെ അകത്തും sample.txt വന്നിട്ടുണ്ട്. സപ്പോസ് നമ്മളതിന് പകരം mv ആയിരുന്നു കൊടുത്തതെന്നുണ്ടെങ്കിൽ ഈ ഒറിജിനൽ ലൊക്കേഷനിൽ നിന്ന് ആ ഫയൽ കട്ടായിട്ടാവും അങ്ങോട്ട് കോപ്പി ആവുക. ഓക്കെ, സോ ആ ഫയൽ അവിടെ നിന്ന് മൂവ് ആയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഡൗൺലോഡ്സിൻ്റെ അകത്ത് ആ ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നതും ഉണ്ട്. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഒരു ടെർമിനൽ കമാൻഡിൻ്റെ ഔട്ട്പുട്ട് നമുക്കൊരു ഫയലിലോട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ls വിളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫയൽസിൻ്റെ എല്ലാം ലിസ്റ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. ls ഡൗൺലോഡ്സ് കൊടുത്തപ്പോൾ ഡൗൺലോഡ്സിൻ്റെ അകത്തുള്ള ഫയൽസിൻ്റെ എല്ലാം ലിസ്റ്റ് എനിക്ക് കിട്ടുന്നുണ്ട്. സോ അതിനെ ഒരു ടെക്സ്റ്റ് ഫയലിലോട്ട് സേവ് ചെയ്യാനായിട്ട് എനിക്ക് ആ ls ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ കമാൻഡ്, ദെൻ ഇങ്ങനെ ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആൻഡ് ദെൻ ഒരു ഫയൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ list.txt എന്ന് പറഞ്ഞൊരു ഫയൽ ജനറേറ്റ് ആവും. അതിൻ്റെ അകത്തോട്ട് ആ കണ്ടൻറ്റ് മൊത്തവും ഉണ്ടാവും. ഇതെനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ, ഒരു ടെക്സ്റ്റ് ഫയൽ എനിക്ക് കാണണം, അതിൻ്റെ അകത്തെ കണ്ടൻറ്റ്സ് ഇതിൽ കമാൻഡ് ലൈൻ വഴി കാണണമെന്നുണ്ടെങ്കിൽ cat എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്താൽ മതിയാകും. ഓക്കെ, ഇനി അതിൻ്റെ ആദ്യത്തെ കുറച്ച് റോസ് മാത്രം കാണണം എന്നുണ്ടെങ്കിൽ ഹെഡ് എന്ന് പറഞ്ഞ കമാൻഡ്സ് ഉണ്ട്. സോ ആദ്യത്തെ ഒരു 5 റോസ് ആയിരിക്കും വരുന്നത്, 5 or 10 റോസ് ഐ തിങ്ക്.
ഓർ നമുക്ക് 2 റോസ് മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കൊരു -2 എന്ന് പറഞ്ഞ് കൊടുക്കാം. സോ ഫസ്റ്റ് 2 റോസ് മാത്രം അല്ലെങ്കിൽ 2 ഫയൽ നെയിംസ് മാത്രമാണ് ഇതിൽ ഇപ്പോൾ വരുന്നത്. ഇനി അതിൽ ലാസ്റ്റ് 2 ആണ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഹെഡിന് പകരം ഇത് ടെയിൽ എന്നാക്കി കൊടുക്കുക. ഓക്കെ, അപ്പം ലാസ്റ്റ് ആ ലിസ്റ്റിലുള്ള 2 റോസ് ആയിരിക്കും നമുക്കിതിൽ വരുന്നത് ഔട്ട്പുട്ടായിട്ട്. ഓക്കെ, സോ ഓട്ടോ കംപ്ലീഷൻ ഫീച്ചർ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നമ്മൾ കുറച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇതിലേക്ക് ഒരു ഹൈലൈറ്റഡ് രീതിയിൽ കാണിക്കും. ടാബ് പ്രസ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ അപ്പ് ആൻഡ് ഡൗൺ ആരോ കീസ് പ്രസ് ചെയ്തിട്ട് നമുക്ക് പ്രീവിയസ് കമാൻഡ്സും കറൻറ്റ് കമാൻഡ്സും ആക്സസ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ നമുക്ക് കമാൻഡ് ലൈനിൽ തന്നെ ഇൻബിൽറ്റായിട്ട് നമുക്കൊരു ടെക്സ്റ്റ് എഡിറ്റർ നമുക്ക് അവൈലബിൾ ആണ്. അതിന് പറയുന്ന പേരാണ് നാനോ. ഓക്കെ, ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത sample.txt എന്ന് പറഞ്ഞ ഫയൽ എഡിറ്ററിൽ നമുക്ക് ഈ നാനോ എഡിറ്ററിൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സോ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ഓക്കെ, സോ ഇതൊരു പുതിയ ഫയലായിട്ടാണ് ഓപ്പൺ ആയത്. ബട്ട് എനിക്ക് വേണ്ടത് ഡൗൺലോഡ്സിൻ്റെ അകത്ത് കിടക്കുന്ന നാനോ list.txt ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. സോ ഞാൻ കൊടുക്കേണ്ട കമാൻഡ് നാനോ സ്പേസ് ഡൗൺലോഡ്സ്, അതിൻ്റെ അകത്ത് കിടക്കുന്ന list.txt. ഓക്കെ, സോ കറൻ്റ്ലി അത് empty ആയിട്ടാണ് കാണിക്കുന്നത്. ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ls downloads. Okay, so cd downloads nano sample.txt. ഓക്കെ, എന്തുകൊണ്ടോ ആ ഒരു ഫയൽ എഡിറ്റായി പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഞാൻ ജസ്റ്റ് ഈ ഫയലിൽ നിന്ന് റിമൂവ് ചെയ്യുവാണ് ഡൗൺലോഡ്സിലുള്ള. ദെൻ ls വിളിച്ച ശേഷം ആ ഫയലൊന്ന് റീക്രിയേറ്റ് ചെയ്യുവാണ് sample.txt. ഓക്കെ, ഇനി ls വിളിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് sample.txt ഉണ്ട്. ഇനി ഈ ഫയൽ എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, സോ നൗ എനിക്ക് കമാൻഡ് ലൈനിൽ തന്നെ അപ്പ് ആൻഡ് ഡൗൺ കീസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് കാണാൻ സാധിക്കും. ഇവിടെ എന്തെങ്കിലും അഡീഷണൽ എഡിറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ജസ്റ്റ് ഞാനൊരു ക്യാരക്ടർ ചേഞ്ച് ചെയ്തു. ഇനി എനിക്കത് സേവ് ചെയ്ത് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl+O പ്രസ് ചെയ്യുക റൈറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ റീനെയിം ചെയ്യണമെന്നൊക്കെ ചോദിക്കും. റീനെയിം ചെയ്യേണ്ട, സെയിം ഫയൽ ഓവർ റൈറ്റ് ചെയ്താൽ മതിയെങ്കിൽ എൻ്റർ പ്രസ് ചെയ്യുക. എന്നിട്ട് നാനോ എഡിറ്ററിൽ നിന്ന് പുറത്തു വരാനായിട്ട് Ctrl+X പ്രസ് ചെയ്യുക. ഓക്കെ, സോ ഇനി നമുക്ക് അറ്റ് എനി പോയിൻറ്റ് പഴയ കമാൻഡ്സൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു കമാൻഡുണ്ട്. നമ്മൾ ഇതുവരെ ടൈപ്പ് ചെയ്ത എല്ലാ കമാൻഡ്സും കാണും. സോ ഇവിടെ ഒരു കോളൻ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഇത് താഴത്തോട്ട് ഇനിയും സ്ക്രോൾ ചെയ്ത് പോകാനുണ്ടെന്നാണ്. ഡൗൺ ആരോ പ്രസ് ചെയ്ത് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോവുക. ഇതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് Q എന്ന് ഉള്ള കീ പ്രസ് ചെയ്യുക. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി സപ്പോസ് എനിക്ക് ഇതിൻ്റെ അകത്തെ PDF ഫയൽസിന് മാത്രം ലിസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് LSൻ്റെ കൂടെ star.pdf എന്ന് കൊടുക്കാം. അതായത് .pdf എന്ന് പറയുന്ന എക്സ്റ്റൻഷനിൽ വരുന്ന ഏത് ഫയലും ലിസ്റ്റ് ചെയ്യും. സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 or more ക്യാരക്ടേഴ്സ് അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും അത്. അതിൻ്റെ ഒരു വൈൽഡ് ക്യാരക്ടർ എന്നുള്ള പേരിലാണ് പറയുന്നത്. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അകത്തെ PDF ഫയൽസിൻ്റെ മാത്രം ലിസ്റ്റ് കിട്ടും. ഇനി ടെക്സ്റ്റ് ഫയൽസിൻ്റെ മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ .txt എന്ന് പറഞ്ഞ് കൊടുക്കാം. സോ ആകെ 2 ടെക്സ്റ്റ് ഫയൽസേ ഉള്ളൂ. PNG ഫയൽ ഉണ്ടോ എന്നാണ് അറിയണമെന്നുണ്ടെങ്കിൽ PNG കൊടുക്കുക. കറൻ്റ്ലി PNG ഫയൽ ഒന്നുമില്ല. സോ അതുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് വരുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് കമാൻഡ് ലൈനിൽ നമ്മൾ ഫയൽ ക്രിയേഷൻ, ഫോൾഡർ ക്രിയേഷൻ, ഫയൽ എഡിറ്റിംഗ്, ഫയൽ സേവിങ്, ദെൻ റീനെയിമിങ്. ഓക്കെ, റീനെയിമിങ്ങിന് നമുക്ക് സിംപിളി MV കമാൻഡ് തന്നെ യൂസ് ചെയ്യാം. ബട്ട് സോഴ്സായിട്ട് നമ്മുടെ ഒറിജിനൽ ഫയൽ നെയിമും ഡെസ്റ്റിനേഷനായിട്ട് നമുക്ക് റീനെയിം ചെയ്യേണ്ട ഫയൽ നെയിമും കൊടുത്താൽ മതിയാകും. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരുപാട് കമാൻഡ്സ് ഉണ്ട്. സോ ഫയൽ, ഫോൾഡർ സ്ട്രക്ചർ, ഫോൾഡറിൻ്റെ അകത്തോട്ട് കയറുന്നത്, പുറത്തോട്ട് ഇറങ്ങുന്നത്, നാവിഗേറ്റ് ചെയ്യുന്നത്, ഫോൾഡർ ഡിലീറ്റ് ചെയ്യുന്നത്, ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്, ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരുപാട് കമാൻഡ്സ് ഉണ്ട്. അഡീഷണലായിട്ട് ഒരുപാട് കമാൻഡ്സ് ഇനിയുമുണ്ട്. ലൈക്ക് ഫയൽ സിപ്പ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ബട്ട് ബേസിക്കലി നമുക്ക് ഒരു
കമാൻഡ് ലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബേസിക്കലി ഒരു ഗിറ്റ് ടെർമിനൽ കമാൻഡ്സ് അല്ലെങ്കിൽ വെർഷൻ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള കമാൻഡ്സ് നമ്മൾ പറയുമ്പോൾ നമ്മൾ ബേസിക്കായിട്ട് അറിയേണ്ടത് സിമ്പിളായിട്ട് ഇതുപോലൊരു കമാൻഡ് യൂസേജ് LS എന്ന് പറഞ്ഞ ഒരു കമാൻഡിൻ്റെ യൂസേജും ദെൻ അതിൻ്റെ കൂടെ സ്പെസിഫിക് ആയിട്ടൊരു പാരാമീറ്റർ ഒരു L എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ എക്സിസ്റ്റിംഗ് കമാൻഡ്സിനെ നമ്മളൊന്നുകൂടെ മോഡിഫൈ ചെയ്ത് ഒരു ആർഗ്യുമെൻ്റ് കൂടെ പാസ് ചെയ്ത് റൺ ചെയ്യുന്ന രീതിയിലായിരിക്കും വരുന്നത്. സോ നമ്മൾ നേരത്തെ ഹെഡിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടിരുന്നു. സിംപിളി ഹെഡ് സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 10 rows ആയിരിക്കും കാണിക്കുന്നത്. ബട്ട് ഹെഡ് -2 സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2 rows ആയിരിക്കും അത് കാണിക്കുന്നത്. സോ ഇവിടെ -2 എന്ന് പറഞ്ഞാൽ ഒരു പാരാമീറ്ററാണ്. sample.txt എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയൽ നെയിമാണ്. ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ കമാൻഡാണ്. സോ ഇതിനെല്ലാം സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് സ്പേസ് ആണ് നമ്മൾ ഇടുന്നത്. സോ ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെർഷൻ കൺട്രോളിൻ്റെ കമാൻഡ്സും നമുക്ക് ഒരു പരിധിവരെ നമുക്കത് എന്തുകൊണ്ടാണ് ആ രീതിയിൽ വരുന്നത് അതിൽ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, സോ പോസിബിളി ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ കമാൻഡ് ലൈൻ ബേസിക്സ് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പാർട്ട് 2 ലൈക്ക് ഫയൽ പെർമിഷൻ ലൈക്ക് ക്രിയേറ്റിംഗ് എക്സിക്യൂട്ടബിൾ ഫയൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. ബട്ട് ബേസിക്കലി ഡാറ്റാ സയൻസിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഇത്രയും കൺസെപ്റ്റുകൾ അറിഞ്ഞാൽ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ഇതിൻ്റെ റിമൈനിങ് ട്യൂട്ടോറിയൽ അറിയണം കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ പാർട്ട് 2 നെക്സ്റ്റ് വെർഷൻ ഞാൻ ചെയ്യാം. എനിവേ ഈ ഒരു ട്യൂട്ടോറിയൽ ലിങ്ക് അതും ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ യു ക്യാൻ റെഫർ ഈ ഒരു ബ്ലോഗ് ആർട്ടിക്കിളിൻ്റെ ലിങ്ക് കൂടെ. ഓക്കെ, സോ താങ്ക് യു so much. See you in the next video.